ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആർമി ട്രാവലർ. കണ്ണൂരാണ്. സോനാമാർഗിലെ സിന്ധ് റിവർ. ശ്രീനഗർ ദാൽ ലേക്ക്. നമ്മൾ ദ്രാസിൽ നിന്ന് ശ്രീനഗറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 2 മണിയാവാറായി. ഇവിടുന്ന് ഏകദേശം ഒരു 140 കിലോമീറ്റർ ഉണ്ട് ശ്രീനഗർ എത്താൻ. ദ്രാസിൽ നിന്ന് ഒരു 13 കിലോമീറ്ററിൻ്റെ ഇപ്പുറത്തെത്തുമ്പോൾ ഒരു പാൻഡ്രാസ് എന്ന് പറഞ്ഞൊരു വില്ലേജ് കാണാം. ഈ വില്ലേജ് കാർഗിൽ ഡിസ്ട്രിക്റ്റിലാണുള്ളത്. ചെറിയ വില്ലേജാണ്. ഇവിടെ ഒരു 150 ഹൗസാണുള്ളത്. കുറച്ചൊരു നല്ല പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ ആണ്. കൃഷി ചെയ്യാനുള്ള നല്ല പ്ലേസ് ഉണ്ട്. വീടിൻ്റെ മേൽക്കൂരയൊക്കെ ചരിവ് കൊടുത്താണ് നിർമ്മിച്ചിട്ടുള്ളത്. ഐസ് വീണാലും പെട്ടെന്ന് ക്ലിയർ ആവാനുള്ള രീതിക്കാണ് നിർമ്മിച്ചിട്ടുള്ളത്. വീണ്ടും നമ്മൾ ദ്രാസ് റിവറിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. നമ്മളിന്ന് ഹാൾട്ടാകുന്ന ശ്രീനഗറിലാണ്. ഈ കാണുന്ന പ്ലേസെല്ലാം ഹെവി ആയിട്ടുള്ള സ്നോഫാൾ ഉള്ള പ്ലേസാണ് വിൻ്റർ ടൈമിൽ. ഇവിടുന്ന് 2 മലയുടെ നടുക്കൂടെയാണ് ഈ റോഡ് പോകുന്നത്. കിലോമീറ്ററോളം ഇങ്ങനെയാണ് പോകുന്നത്. റോഡിൻ്റെ റൈറ്റ് സൈഡിൽ മൈതാനം പോലെ പുല്ല് പിടിച്ച് കിടക്കുകയാണ് കുറേ ഏരിയ. അതുപോലെ നമ്മുടെ മുന്നിലെ മലയുടെ ടോപ്പിലൊക്കെ ഐസ് വീണ് കിടക്കുന്നതാണ്. ഇനി ഇവിടുന്ന് കുറച്ചൊരു ഓഫ് റോഡാണ് കേസ്. കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഇവിടെ റോഡിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നതാണ്. അങ്ങനെ നമ്മൾ പെഹൽഗമിലെ അനന്തനാഗ് ഡിസ്ട്രിക്റ്റിലെത്തിയിരിക്കുകയാണ്. ഈ കാണുന്ന മന്ദിറാണ് ശിവമന്ദിർ. ഇവിടെ വന്നിട്ട് ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന പ്ലേസാണ്. അമർനാഥ് യാത്രയ്ക്ക് പോകുന്നവരെല്ലാം ഈ റൂട്ടിലൂടെയാണ് വരുന്നത്. അതുപോലെ ഇവിടെ ഒരു കോഫി ഷോപ്പ് ഈ സൈഡ് റൈറ്റ് സൈഡിലായിട്ടാണ്, റോഡിൻ്റെ റൈറ്റ് സൈഡിലായിട്ട്. എത്തിയപ്പോഴാണ് ഒരു മലയാളി ഫാമിലിനെ കണ്ടുകൊണ്ടിരുന്നത്. സ്ഥലം എവിടെ? കണ്ണൂരാണ്. കേരള രജിസ്ട്രേഷൻ്റെ ബൈക്ക് കണ്ടിട്ടാണ് അവർ വന്ന് സംസാരിച്ചത്. ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ പിന്നിട്ട് സൂജില പാസ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇതിനെ 0 പോയിൻ്റ് എന്ന് അറിയപ്പെടുന്നു. ഇവിടെ നിന്നാണ് നമ്മുടെ അമർനാഥ് യാത്ര പോകുന്നതിനുള്ള സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറേ കിലോമീറ്റർ ഇൻ്റർലോക്ക് പതിപ്പിച്ച റോഡാണ്. 11,649 ഫീറ്റ് ഹൈറ്റിലാണ് സുജില പാസ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം ഈവനിങ് ആവാറായി. ഇനി നമുക്ക് ശ്രീനഗർ എത്താൻ 88 കിലോമീറ്റർ ഉണ്ട്. ശ്രീനഗറിൽ നിന്ന് നമുക്ക് 4 വീലേഴ്സ് 2 വീലേഴ്സ് എല്ലാം റെൻറ്റിന് ലഭിക്കുന്നതാണ്. ഇവിടെ നെറ്റ്വർക്കൊക്കെ വളരെ കുറവാണ്. അതുപോലെ പോസ്റ്റ് പെയ്ഡ് സിം മാത്രമേ വർക്കാവൂ. എയർടെലിനാണ് കൂടുതൽ റേഞ്ച് ഉള്ളത്. അങ്ങോട്ട് കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള റൂട്ടാണ്. ഇടയ്ക്കൊക്കെ റോഡ് സ്ലൈഡിങ് ആയി താഴോട്ട് പോയിട്ടുണ്ട്. അതൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ചില സ്ഥലങ്ങളിലൊക്കെ 70-80 ഡിഗ്രി സ്ലോപ്പായിട്ടുള്ള റൂട്ടാണ്. അങ്ങോട്ട് പൈൻ മരങ്ങളുള്ള സ്ഥലങ്ങളാണ്. അതുപോലെ ചെറിയ വില്ലേജുകളൊക്കെ ഉണ്ട് അടുത്തടുത്ത്. പൈൻ മരങ്ങൾ എത്ര പച്ചയായാലും പെട്ടെന്ന് കത്തുന്നതാണ്. ഇതിൻ്റെ കറ വന്നിട്ട് ഒരു ഓയിൽ ടൈപ്പാണ്. തണുപ്പ് സമയങ്ങളിൽ തീ കായാൻ വേണ്ടി ഇവിടുത്തെ ആൾക്കാർ ഇതാണ് ഉപയോഗിക്കുന്നത്. അവിടെ നിന്ന് കുറച്ച് മുന്നേ വരുമ്പോൾ സൂജില ടണലിൻ്റെ വർക്ക് നടക്കുകയാണ്. 14 കിലോമീറ്ററാണ് ഈ ടണലിൻ്റെ നീളം. കാണുന്ന ബ്രിഡ്ജെല്ലാം ഇതിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. 2027 കൂടി ഈ വർക്ക് കംപ്ലീറ്റ് ആവുമെന്നാണ് പറയുന്നത്. ഇവിടുത്തെ പൊടി കാരണം നമ്മുടെ ക്യാമറയിലുള്ള വീഡിയോസെല്ലാം കുറച്ച് ഫെയ്ഡായിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ സോനാമാർഗിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്ലേസാണ്. വന്നിട്ട് റിവർ റാഫ്റ്റിങ്, കയാക്കിംഗ് ഒക്കെ ഉണ്ട് ഈ നദിയിൽ. അതുപോലെ ഈ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു വില്ലേജാണ്. ഇവിടെ ടൂറിസ്റ്റ് ഹോം സ്റ്റേസ് ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ ലോങ് റൈഡേഴ്സിനൊക്കെ ടെൻ്റ് അടിച്ച് താമസിക്കാനുള്ളൊരു നല്ല പ്ലേസാണ്. മുന്നോട്ട് വരുമ്പോൾ 3 പേര് കുതിര കൊണ്ടുപോകുന്നത് കാണുന്നത്. घोड़ा देता है क्या घूमने के लिए? हाँ ഇവിടെ ഹോഴ്സ് റൈഡിങ് ഉണ്ട്. ഇവരുടെ ഹോഴ്സ് റൈഡിങ്ങിന് കൊടുക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. നമ്മുടെ ലെഫ്റ്റ് സൈഡിലൂടെ ഒഴുകുന്ന സിന്ധ് നദിയാണ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഐലൻഡ് റിട്രീറ്റ് പാർക്ക് എന്ന് പറഞ്ഞൊരു പാർക്കാണ്. ഈ പാർക്കിനകത്ത് സ്വിമ്മിംഗ് പൂള്, പ്ലേ ഗ്രൗണ്ട്, അതുപോലെ റെസ്റ്റോറൻറ്റ്സ് എല്ലാം അവൈലബിൾ ആണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് ശ്രീനഗറിലെത്താറാകുമ്പോൾ തന്നെ ഈവനിങ് ആയി. അപ്പോഴാണ് നമ്മുടെ മുന്നിലെ ഒരു പരുന്ത് കറണ്ട് അടിച്ച് പറക്കാൻ പറ്റാതെ കിടക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടത്.
പരുന്ത് ലൈംകമ്പി തട്ടി എൻ്റെ മുന്നിലാണ് വന്ന് വീണത്. അപ്പോൾ അതിനെടുത്ത് കൈ വെച്ചിരുന്നപ്പോഴാണ് ഈ ആൾ വന്നത്. അപ്പോൾ അവർ നോക്കിക്കോളാമെന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുപോയിക്കോളാമെന്ന് പറഞ്ഞു. എന്നാൽ അവർക്ക് നല്ല പേടിയുണ്ട്. അതിനൊരു പാക്കിലാക്കി അവരെ കയ്യിൽ കൊടുത്തു. അങ്ങനെ നമ്മൾ ശ്രീനഗർ സിറ്റിയിൽ എത്തിയിരിക്കുകയാണ് ഗേസ്. കാണുന്ന ഫുഡ് ഐറ്റംസ് എല്ലാം ഇവിടുത്തെ പള്ളിയിൽ ഉറൂസിൻ്റെ ഭാഗമായിട്ട് വെച്ചിരിക്കുന്നതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഡാൽ ലേക്കിൻ്റെ ഫ്രണ്ടിലാണ്. ഇപ്പോൾ രാത്രിയായി. ഇപ്പോൾ ഇവിടെ ഒരു ലൈറ്റിംഗ് ഷോ ആണ് ഈ കാണുന്നത്. മുഗൾ ഗാർഡനും ഡാൽ ലേക്കിൻ്റെ ഡേ വിഷ്വൽസുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.